രാജ്യത്ത് BJPയുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞതോടെ ഉത്തരേന്ത്യയിൽ തന്നെ പണി പാളുകയാണ്. 10 വർഷം തുടർച്ചയായി ഈ രാജ്യം ഭരിക്കുമ്പോഴേക്കും BJPക്ക് ഒരാഗ്രഹം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മാറ്റിയെഴുതണം എന്നുള്ളതാണ് ആ പൂതി. 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസിന് തോന്നാത്തൊരു കാര്യമാണ് 10 വർഷം അധികാരത്തിലിരിക്കുമ്പോഴേക്കും BJPക്കാർക്ക് വന്നിരിക്കുന്നത്. അത് രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഈ ലോകത്തിന് മുന്നിലുള്ള നല്ലൊരു പേരുണ്ട്, ജനാധിപത്യവും മതേതരത്വവും. ആ നല്ല പേര് BJP സർക്കാർ കളഞ്ഞു കുളിക്കുമെന്നൊരു ഭയം ജനങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇത് തന്നെയായിരിക്കും ഇത്തവണ നരേന്ദ്രമോദിയുടെ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി വേണമെന്ന BJP സ്ഥാനാർത്ഥിയുടെ പരാമർശം വലിയ വിവാദത്തിലെത്തി നിൽക്കുന്നത് ഉത്തരേന്ത്യയിൽ. രാജസ്ഥാനിലെ നഗോർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ജ്യോതി മിർദയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റിയെഴുതും എന്നൊരു പരാമർശം നടത്തിയത്. എല്ലാവർക്കും കിട്ടുന്നത് പോലെ കയ്യടിയും പിന്തുണയും തനിക്കും കിട്ടുമെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗത്തിലാണ് ഈ വിവാദ പരാമർശമുണ്ടായത്. അതോടെ ജ്യോതിർമിർദയുടെ ഭരണഘടനാ ഭേദഗതി വേണമെന്ന പരാമർശത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് രാജ്യത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉയർന്നു വന്നത്. കാരണം വർഗീയവാദികളുടെ മുന്നിൽ നിന്ന് മൈക്കിലൂടെ പ്രസംഗിക്കുന്ന സംഘി നേതാക്കൾക്കൊരു പക്ഷേ കയ്യടി കിട്ടിയിരിക്കാം. എന്നാൽ ഇത് പൊതു തെരഞ്ഞെടുപ്പാണ്, പൊതുജനങ്ങളുടെ മുന്നിലാണ് ഇത് പ്രസംഗിക്കുന്നതും പരാമർശം നടത്തുന്നതും. കാർക്കിച്ചു തുപ്പും ജനങ്ങൾ. അവർ ചർച്ച ചെയ്തു തുടങ്ങി. BJP ഇനിയും വന്നാൽ രാജ്യത്തിനാപത്ത് എന്നവർ വിധിയെഴുതാൻ പോവുകയാണ്. 2019 രാജസ്ഥാനിൽ 25 സീറ്റുകളും നേടിയ BJP ഇത്തവണ പകുതി സീറ്റിലേക്ക് ചുരുങ്ങുമെന്ന സർവേകളാണ് പുറത്തു വരുന്നത്. കാരണം അവർ രാജ്യസ്നേഹികളാണ്. പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിൽ പുൽവാമയുടെ പേര് പറഞ്ഞപ്പോഴാണ് 2019 25 സീറ്റും കിട്ടിയത് BJPക്ക്. എന്നാൽ അത് അട്ടിമറിയാണെന്ന് സത്യപാൽ മാലിക്കിനെ പോലെയുള്ളവർ തുറന്നു പറഞ്ഞപ്പോൾ ഈ രാജ്യത്തെ തന്നെ BJP നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അതോടെ ഭരണഘടനാ ഭേദഗതി പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തിക്കഴിഞ്ഞു. രാജ്യം ഭരിക്കുന്ന മോദിയും BJPയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണെന്ന കൃത്യമായൊരു സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് കോൺഗ്രസ് രാജ്യത്തെ ഓർമ്മിപ്പിച്ചു. ഭരണഘടന ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ കവരാനാണ് BJPയുടെ ശ്രമമെന്നും കോൺഗ്രസ് പറയുമ്പോൾ ജനങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലും BJPക്ക് ഭൂരിപക്ഷം വേണം. വലിയ തീരുമാനങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതിയും ആവശ്യമാണ്. കോൺഗ്രസിന് ഇതെല്ലാം ഉണ്ടായിട്ടും അവർ അത് ചെയ്തിട്ടില്ല. ഭരണഘടനാ ഭേദഗതി വേണമെന്ന കർണാടകയിലെ നേതാവ് അനന്ത്കുമാർ ഹെഗ്ഡെയുടെ പരാമർശവും ഇതുപോലെ തന്നെയാണ് BJPയിൽ നിന്നും വന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മറ്റൊരു BJP സ്ഥാനാർത്ഥിയും വിവാദ പരാമർശം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പരാമർശം BJPയുടെ ഒരു വാഗ്ദാനമായി മാറുന്നു എന്നൊരു ചർച്ച രാജ്യത്ത് വന്നതോടുകൂടി ഒറ്റ കാര്യം മതി, മോദിക്കിത് തിരിച്ചടിയായിരിക്കും. കോൺഗ്രസ് ഭരിച്ചതിനേക്കാളും നന്നായി ഈ രാജ്യത്തെ നയിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ നരേന്ദ്രമോദിയെ ഭരണമേൽപ്പിച്ചത്. അത് തിരിച്ചെടുക്കേണ്ടതും ജനങ്ങൾ തന്നെയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയെയും അടിസ്ഥാന മൂല്യങ്ങളെയും BJP തകർക്കാൻ ലക്ഷ്യം വെക്കുന്നു എന്നൊരു തിരിച്ചറിവ് രാജ്യത്ത് അലയടിക്കുകയാണ്. ഇത് തന്നെയാണ് BJPയുടെ തോൽവിക്കിനി കാരണമാകുക.